ഹായ് ഗേയ്സ്, ഇന്ന് ഞാൻ ഇസ്റ്റ് കറിയും പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ എണ്ണ ഒഴിച്ചു, കുക്കർ വെച്ച് എണ്ണ ഒഴിച്ചു. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ടോ, പിന്നെ നമ്മൾ വലിയ ഉള്ളിയില്ലേ, ആ വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തു. വേഗം വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാമെന്ന് കരുതി. പക്ഷേ ഞാൻ പച്ചമുളകാണ് ആദ്യം ഇട്ടത്. പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു. അങ്ങനെ കറിവേപ്പില ഇട്ടോ, ഒരു തക്കാളി ഇട്ടോ, അങ്ങനെ ഇളക്കി. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ, കുറച്ച് കുരുമുളക് ഇട്ടോ, അങ്ങോട്ട് ഇളക്കി കൊടുത്തു. ഇതിൽ ഞങ്ങൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നില്ല. അല്ല, മല്ലിപ്പൊടി ഇട്ടു കേട്ടോ, സോറി, മുളക് പൊടി മഞ്ഞപ്പൊടി ഇടണില്ല. അങ്ങനെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മാത്രമേ ഇട്ടു. ഗരം മസാല ഇട്ടു. പിന്നെ അങ്ങോട്ട് കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഇട്ട്, പിന്നെ നമ്മൾ കുറച്ച് ചിക്കനുള്ളൂ കേട്ടോ. ആ കുറച്ച് ചിക്കനും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തു. എന്നിട്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ചു വെച്ചു. വിസിൽ വരുന്നില്ല, അപ്പോൾ ഞാൻ തട്ടി കൊടുത്തു, വിസിൽ വരുത്തി. അങ്ങനെ തേങ്ങ അരച്ചു, ചെറിയ ഉള്ളി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു. അങ്ങോട്ട് തിളക്കി കൊടുത്തിട്ട് തിളക്കാൻ കാത്തു നിന്നു ഗൈസ്. അങ്ങനെ തിളച്ചു. അങ്ങനെ നമ്മളെ കറി റെഡിയായി. അടുത്ത് ഞാൻ പത്തിരിക്കുള്ള പരിപാടിയാണ്. അങ്ങനെ പത്തിരിക്ക് വെള്ളം വെച്ചു, ഉപ്പ് ഇട്ടു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് അങ്ങോട്ട് ഇളക്കി. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി വെച്ചു. എന്നിട്ട് അങ്ങനെ ചൂടോട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ചെറിയ കുഞ്ഞു ബോൾ പോലെ ആക്കിയിട്ട് പിന്നെ പത്തിരി പരത്തി എന്നിട്ട് ചൂടാനുള്ള പരിപാടി നോക്കി. അങ്ങനെ ഒരു ഭാഗം ചൂടായപ്പോൾ മറിച്ചിട്ടിട്ട് അതിങ്ങനെ വീർത്ത് വരുന്നത് വരെ കാത്തു നിന്നു. പൊള്ളി വരുന്നത് കാത്തു നിന്നു. അങ്ങനെ അതിങ്ങനെ പൊള്ളി വന്നു. അങ്ങനെ അതിനെ എടുത്തു, പാത്രത്തിലേക്ക് ഇട്ടു ഗേസ്. അങ്ങനെ ഓരോന്ന് ഞാൻ ചുട്ടു. പത്തിരി കുറേ ആയി ഗേസ്. ഇങ്ങനെ പത്തിരി റെഡിയായി ഗേസ്. അങ്ങനെ പത്തിരിയും കറി റെഡിയായി. കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല. ബൈ, സീ യു.